പുനരുദ്ധാരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലെത്തിയ ഫ്രാൻസിലെ പ്രസിദ്ധമായ നോട്ടർഡാം കത്തീഡ്രലിൽ 5 വർഷത്തിന് ശേഷം ദൈവമാതാവിന്റെ രൂപം ദേവാലയത്തിലേക്ക് തിരിച്ചെത്തിച്ചു. നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു രൂപം ദേവാലയത്തിലെത്തിച്ചത്. 2019 നോട്ടർഡാം കത്തീഡ്രലിലെ തീപിടുത്തത്തിൽ നിന്ന് അത്ഭുതകരമായി സംരക്ഷിച്ച കന്യാമറിയത്തിന്റെയും ഉണ്ണീശോയുടെയും മധ്യകാല ശിലാരൂപം ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏകദേശം 6 അടി ഉയരമുള്ള മനോഹരമായ രൂപം പാരീസ് കന്യക എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പാരീസ് കത്തോലിക്കരുടെ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമായാണ് രൂപത്തെ വിശേഷിപ്പിക്കുന്നത്. നിരവധി വിശ്വാസപരമായ പുരാവസ്തുക്കൾ നശിപ്പിക്കപ്പെട്ട അഗ്നിബാധയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ രൂപത്തിന്റെ ചിത്രങ്ങൾ നേരത്തെ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. സെയിൻ നദിയിലൂടെ സ്തുതിഗീതങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അകമ്പടിയോടെ പ്രദക്ഷിണമായാണ് രൂപം എത്തിച്ചത്. പ്രദക്ഷിണം കത്തീഡ്രലിന്റെ ചത്തുരത്തിലേക്ക് എത്തിയപ്പോൾ പാരീസിലെ ആർച്ച് ബിഷപ്പ് ലോറന്റ് ഉൾറിച്ച് ആശീർവദിച്ചു. 2019 ഏപ്രിൽ 15 പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് അഗ്നിബാധ നോട്ടർഡാം കത്തീഡ്രൽ ദേവാലയത്തിൽ ഉണ്ടായത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ ദേവാലയ ഗോപുരത്തിന്മേലുണ്ടായിരുന്ന തീ അണച്ചുവെങ്കിലും ഗോപുരം പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. പുനരുദ്ധാരണത്തിന് ശേഷം ഈ വരുന്ന ഡിസംബർ 7-8 തീയതികളിൽ നോട്ടർഡാം തുറക്കുമെന്നാണ് കരുതുന്നത്.